ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇബിനൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു തക്കാളി റൈസ് റെഡിയാക്കി എടുത്താലോ? അപ്പോൾ ആദ്യം തന്നെ ഈ തക്കാളി റൈസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് സലാഡോ ഒരു മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ തക്കാളി റൈസ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സാധാരണ നമുക്കിപ്പം കറികളും ചോറും ഒക്കെ വെക്കാൻ മടിയുള്ളൊരു ദിവസമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ തക്കാളി ചോറ് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചു, രാത്രിയിലേക്ക് കറിയൊന്നുമില്ല, ചോറ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് രാത്രിയിലേക്ക് ഈ ചോറ് ഉപയോഗിച്ച് തന്നെ, അതായത് ഉച്ചയ്ക്ക് ബാക്കി വരുന്ന ചോറ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പം ഞാൻ ആ രീതിയിലാണ്, അതായത് ഉച്ചയ്ക്കത്തിൻ്റെ ബാക്കിയിരുന്ന ചോറ് ഉപയോഗിച്ചിട്ടുള്ള തക്കാളി റൈസാണ് ഞാനിവിടെ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയും എളുപ്പത്തിലും തയ്യാറാക്കാവുന്ന തക്കാളി റൈസ് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ തക്കാളി റൈസ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അധികം വന്നിട്ടുള്ള ചോറാണ് എടുത്തിട്ടുള്ളത്. നമുക്കിത് വെള്ളയരി ചോറിൽ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ബസുമതി റൈസ് ഉണ്ടല്ലോ അത് വെച്ചിട്ടും നമുക്ക് തക്കാളി റൈസ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതിപ്പം അധികം വലിപ്പമില്ലാത്ത വെള്ളയരി ചോറാണിത്. അത് 2 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. 2 ചെറിയ സവാളയാണ് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. വലിയ സവാളയാണെങ്കിൽ 1 സവാളയുടെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുക്കുന്നതാണ്. പേസ്റ്റ് ആക്കണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണിത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. അത് എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളി റൈസിന് കുറച്ച് എരിവുണ്ട്, അപ്പോൾ അതിനൊരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തക്കാളി റൈസിലേക്ക് മെയിനായിട്ടും വേണ്ടത് തക്കാളിയാണ്. ഇപ്പോൾ 2 ഗ്ലാസ് അരിക്ക്, അല്ലെ 2 കപ്പ് ചോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 തക്കാളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടാണുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് തക്കാളി റൈസിലേക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ. ബാക്കിയൊക്കെ പൊടി ഐറ്റംസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് തക്കാളി റൈസ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ പെരുംജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വലിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും വേണേൽ നമുക്ക് ചേർക്കാം, പക്ഷെ ഞാനിവിടെ ചേർത്തിട്ടില്ല. പെരുംജീരകവും ഉഴുന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയും പച്ചമുളകും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയും പച്ചമുളകും ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഓൾറെഡി നമ്മൾ ചോറ് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഈ സവാളയൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഓരോ പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അടുത്ത പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമ്മളിതിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനൊരു 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതും കശ്മീരി ചില്ലിയാണ്. അപ്പോൾ ഒരു കളറും കിട്ടും, അധികം എരിവും ഉണ്ടാകത്തില്ല. ഇനി ആ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലപ്പൊടിയാണ്. ഈ ഗരം മസാലപ്പൊടിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ തക്കാളി റൈസിനൊരു ടേസ്റ്റാണ്, ഒരു ബിരിയാണീൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നു. പൊടികളുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കിന് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നമുക്ക് ഈ തക്കാളിയും ഈ സവാളയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കണം. കാരണം തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പം തക്കാളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. എന്നാലും മൊത്തത്തിൽ വന്നില്ല. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് കുറച്ച് നേരവും കൂടെ ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കിന് തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ വെന്തുടയാത്തത് സ്പൂൺ വെച്ച് തക്കാളി ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് റൈസാണ്. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തക്കാളി റൈസ് റെഡിയാക്കുമ്പോൾ ചോറ് വേവിക്കുമ്പോൾ ചോറങ്ങ് ഒരുപാട് വെന്ത് പോവരുത്. കുറച്ച് വേവ് നിർത്തിയിട്ട് വേണം ചോറ് എടുക്കാൻ. കാരണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചൊന്ന് ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആ തക്കാളിയുടെ നീരിലും ഒക്കെ കിടന്നാണ് ഈ ചോറൊന്ന് ആവി കൊണ്ട് വെന്ത് റെഡിയായി വരുന്നത്. അപ്പോൾ നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ നമ്മുടെ തക്കാളി റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കൊടുക്കാം. അപ്പോൾ കറക്റ്റ് പരുവത്തിന് ഒരുപാട് വെള്ളമൊന്നും ആകാണ്ട് തന്നെ നമ്മുടെ തക്കാളി റൈസ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ കുറച്ച് തക്കാളിയും മല്ലിയിലൊക്കെ വെച്ചൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. ഈ തക്കാളി കൂട്ടി ഈ ചോറ് കഴിക്കാനാണേലും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ തക്കാളി റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുമാണ്. നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാനും പറ്റും. മടിയുള്ള ഒരു ദിവസമോ അതല്ലെങ്കിൽ എന്നും ചോറും കറികളും കൂട്ടി ഒന്ന് ബോറടിക്കുന്ന ടൈമിലോ ഇടയ്ക്ക് നമുക്ക് ഈ തക്കാളി റൈസൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ട്. അതിലെ ഓൾ എന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്